പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശ്രേഷ്ഠ ഗുണമാണ്. മണ്ണ് എപ്പോഴും താഴോട്ടാ പോകുക. നമ്മളൊരു വീടിന് തറ കെട്ടിയിട്ട് 3 ലോഡ് മണ്ണിറക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഷോപ്പുകാരോട് ആ മണ്ണ് കൊണ്ടുവന്ന് ലോഡുകാരോടേക്കും 3 ലോഡാ, എന്ത് ലോഡ് കാണാനില്ലല്ലോ, കണ്ടോ, അത് താണോണ്ടേയിരിക്കും. ഈ ഒരു അസുഖം നമുക്ക് വരാതിരിക്കണം. അതാണ് അബ്ദുൽ ഹവാ എന്ന് പറഞ്ഞത്. അബ്ദുൽ ഹവാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു തോറ്റ ടീമാണ് അബ്ദുൽ ദീനാർ. അവരാരാ? പണത്തിൻ്റെ അടിമയാണ്. പണത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ആദ്യം അത് പറയാം. ദീനാർ എന്ന് പറഞ്ഞാൽ കുറേ ടേം ഉണ്ട്. ഇപ്പോൾ പണം നമുക്ക് അർത്ഥം വെക്കാം. ദീനാർ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നരകവും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ദീൻ പ്ലസ് നാർ ഈസ് ഈക്വൽ ടു ദീനാർ എന്ന് പേര് വരുന്നത്. അങ്ങനെ വാങ്ങുന്നവരുണ്ടല്ലോ. ദീൻ വാങ്ങുന്ന എത്ര മഹാന്മാരുണ്ട്, എത്ര മഹാന്മാർ ദീൻ വാങ്ങിയിട്ടുണ്ട് പണം കൊണ്ട്. അതേ പണം കൊണ്ട് തന്നെ നരകം വാങ്ങിയ ധിക്കാരികളും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ ചരിത്രത്തിൽ. ആരാണ് ഈ അബ്ദുൽ ദീനാർ എന്ന് പറഞ്ഞാൽ? തൈസ അബ്ദുൽ ദീനാർ. പണത്തിൻ്റെ വേക്കിൽ പോകുന്നു, തോറ്റുപോയിരിക്കുന്നു. അതെന്താ അവരുടെ തോക്കാൻ കാരണം? എന്താ അവർ തോറ്റുപോകാനുള്ള കാരണം? എന്താ? ഈ പണത്തിൻ്റെ അടിമകളും കാൽക്കുലേറ്ററും തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും. അവർ ഒരു ജ്യേഷ്ഠനെ പോലെ ഗൈഡായിട്ട് കാണും കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ. മൂപ്പരെന്ത് ചെയ്യുമ്പോൾ മൂപ്പർ ഇങ്ങനെ കണക്ക് കൂട്ടും. എനിക്കെന്ത് പണം കിട്ടും, എനിക്കെന്ത് പണം നഷ്ടമാകും. ഇതാണ് മൂപ്പരുടെ ജീവിതത്തിൻ്റെ മെയിൻ ഹോബി. എടാ ഉസ്താദിനൊന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. അപ്പോൾ ഇയാൾ അബ്ദുൽ ദീനാറാണെങ്കിൽ ഒരു 400 രൂപേൻ്റെ പെട്രോൾ പോകും, ചെറിയ നാട്ടുവേ, നിൻ്റെ കാർ ഷെഫീക്കിന് കൊടുക്കും. അല്ലോ ഇന്നലെ വണ്ടി ഓഫായിക്കൊണ്ടിരിക്കുന്നു. കണ്ട, ഇതാണ് ഈ അബ്ദുൽ ദീനാറിൻ്റെ ഒരു പ്രശ്നം. മൂപ്പരിക്ക് പണം ലാഭം കിട്ടുന്ന പരിപാടിക്കല്ലാതെ മൂപ്പര് നിൽക്കില്ല. നീ ആ റിയൽ എസ്റ്റേറ്റ് പരിപാടിയല്ലേ നടത്തുന്നത്? അതെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കച്ചവടത്തിന് നീ നിന്നിട്ടില്ലേ? ഇല്ല. അതെന്തെ? അത് കാർണോറാണ് അത് വാങ്ങുന്നത്, അമ്മാവൻ ഇക്കയാണ് വാങ്ങുന്നത്, എനിക്കൊന്നും ചില്ലറ കിട്ടൂല, ഞാൻ അതിന് നിന്നില്ല. കേട്ടോ, മൂപ്പര് ഒരു കാര്യത്തിന് നിൽക്കണമെങ്കിൽ മൂപ്പരിക്ക് എന്തെങ്കിലും കിട്ടണം. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അവിടെ പോയാൽ എനിക്കെത്ര കിട്ടും? വൈഫ് പറഞ്ഞ ഒരു 2 കിലോ ആപ്പിൾ വേണം. 2 കിലോ അതെ, സലാഡാക്കാൻ, കസ്റ്റർഡാക്കാൻ. അപ്പോൾ ഇയാൾ കണക്കൂട്ടി 2 കിലോ എന്ന് പറഞ്ഞാൽ 200 + 200 400 രൂപ. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ 200 എന്നല്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് 2 കിലോ ആപ്പിൾ പറഞ്ഞപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിച്ചു, 2,200 ഉണ്ട്, എന്താ? വേണ്ട 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 എന്ന് പറയാൻ കാരണം ഇതാണ്, ഇത് കാൽക്കുലേറ്ററാണ് സംഭവം. അപ്പോൾ ഷോപ്പ് കീപ്പർ വലിയൊരു ആപ്പിളോ 2 ആപ്പിളോ ഇപ്പുറത്തിട്ടപ്പോൾ അയാളോട് ചോദിച്ചു, 1,800 ഉള്ളൂ, എന്തേ എടുത്തോ? ഒരു 40 രൂപ ലാഭം കിട്ടുന്നതിനായി കളിക്കുന്നു, എടുത്തു. അങ്ങനെ ഒരു പിശുക്കനായി ജീവിക്കുന്ന ആളാണ് അബ്ദുൽ ദീനാർ എന്ന് പറഞ്ഞാൽ. അയാൾക്ക് 2 പ്രശ്നം ഉണ്ടാവും. അയാൾ ആർത്തി ഉണ്ടാവും, പിശുക്കനും ആവും. അതാണ് 2 പ്രശ്നമാണ് ഈ അബ്ദുൽ ദീനാർ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നണം നമ്മളിൽ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം.